നമസ്കാരം. ലൈസിയം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടറ്റ്, സീറ്ററ്റ്, സെറ്റ്, ബി.എഡിന്റെ ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷ എന്നിവയ്ക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നൽകുന്ന സ്ഥാപനമാണ് ലൈസിയം അക്കാഡമി. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് കേട്ടിട്ട് കാറ്റഗറി 3യുടെ പരീക്ഷയായിരുന്നു. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ പരീക്ഷ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് വേണം പറയാൻ. കുറച്ച് എബോ ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. കുറച്ച് പുതിയ ഏരിയാസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇത് കട്ട് ഓഫ് കടക്കാൻ പറ്റുന്ന പരീക്ഷയായിരുന്നു എന്നാണ് എനിക്ക് ചോദ്യങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാനില്ല. നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 71 മുതൽ 150 വരെയുള്ള സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. അതിൽ 71ാമത്തെ ചോദ്യം എന്താണ്? The actual amount of water vapor in the atmosphere. അന്തരീക്ഷത്തിൽ ശരിക്കും യഥാർത്ഥത്തിൽ എത്ര ആർദ്രതയുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും എത്രയ്ക്ക് അന്തരീക്ഷത്തിൽ ആർദ്രതയുണ്ട് എന്നതിനെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ SCERT പുസ്തകത്തിൽ നിന്ന് ചോദിച്ചതാണ്. നമ്മുടെ ക്ലാസ്സുകൾ SCERT NCERT പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യമില്ലാത്തത് നമ്മൾ പഠിക്കുന്നില്ല, ആവശ്യമുള്ളത് മാത്രം പഠിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പരീക്ഷയെ നേരിടാനും അതുപോലെ വിജയത്തിലേക്ക് എത്താനും നമുക്ക് ഇതിലൂടെ കഴിയുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ ഫോളോ ചെയ്തവർക്ക് വളരെ ഈസി ആയിരുന്നു പരീക്ഷ എന്നാണ് കുട്ടികൾ അറിയിച്ചത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നിങ്ങൾക്ക് കേട്ടറ്റിന് അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ, സ്കഫോൾഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ലൈസിയം അക്കാഡമി അതിനൊരു നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നതാണ്. 72ാമത്തെ ചോദ്യം കറക്റ്റ് സീക്വൻസ് ഓഫ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷ പാളികൾ കൃത്യമായിട്ട് താഴെ നിന്നും മുകളിലേക്ക് അടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം സർഫസ് ഓഫ് ദി എർത്തിന്റെ മുകളിൽ നിന്നും, അതായത് ഭൂമിയുടെ ഭൗമ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് എങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യാൻ വരുന്നത് എന്നതാണ് 72ാമത്തെ ചോദ്യം. 72ന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ഏറ്റവും ബേസിക് ലെവലിൽ. അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന് മുകളിൽ മെസോസ്ഫിയർ, അതിന് മുകളിൽ തെർമോസ്ഫിയർ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ തെർമോസ്ഫിയറിന് പകരം എക്സോസ്ഫിയർ, അയണോസ്ഫിയർ, ഇങ്ങനെ രണ്ട് ലെവൽസ് ആയിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഇതിൽ അയണോസ്ഫിയർ, റേഡിയോ വേവ്സ് ഒക്കെ കാണപ്പെടുന്ന അയണോസ്ഫിയർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ. അടുത്തൊരു ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇതെല്ലാം SCERT പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ബ്രാഞ്ച് ഓഫ് ജോഗ്രഫി ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് എവല്യൂഷൻ ഓഫ് ലാൻഡ് ഫോം. ഭൂരൂപങ്ങളുടെ ഉത്പത്തിയെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ജിയോമോർഫോളജി എന്നതാണ് ഇതിന്റെ ഉത്തരം. ജിയോമോർഫോളജി. അടുത്ത ഒരു ചോദ്യം 74ാമത്തെ ചോദ്യം ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധമായ എഴുത്താണ്. അത് ഈജിപ്തുകാരുടെ സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ്. ഈ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരാണ് അത് ഡെസിഫർ ചെയ്തത്, അല്ലെങ്കിൽ അത് ആദ്യമായി വായിച്ചെടുത്തത്? ഫ്രഞ്ച് ഭാഷാ പണ്ഡിതനായ ഫ്രാങ്കസ് ഷംപോലിയൻ എന്ന് പറയുന്ന വ്യക്തി ആണ്. ഫ്രാങ്കസ് ഷംപോലിയൻ ആണ് ഇത് വായിച്ചെടുത്തത്. അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തൊരു ചോദ്യം, കാലശോക ഏത് ഡൈനാസ്റ്റിയിലാണ് വരുന്നത്? കാലശോക ശിശുനാഗ ഡൈനാസ്റ്റിയിലെ രാജാവാണ്. കാലശോകൻ എന്ന് പറയുന്ന രാജാവ്. അത് ഹിസ്റ്ററിയിലെ ഒരു ചോദ്യമാണ്. കാലശോകൻ ശിശുനാഗ ഡൈനാസ്റ്റിയിലെ രാജാവ് ആണ്. അടുത്തൊരു ചോദ്യം, സന്താൾ റിബല്യൻ 1855 നടന്ന വിപ്ലവമാണ് സന്താൾ കലാപം. സന്താൾ കലാപം ഒരു ട്രൈബൽ റിവോൾട്ടാണ്, അല്ലെങ്കിൽ ഗോത്രവർഗ കലാപമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൾ കലാപം. രാജ്മഹൽ ഹിൽസിലാണ്. അതിന്റെ നേതാക്കൾ സിദ്ധു ആൻഡ് കാൻഹു ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. സിദ്ധു ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന VO ചിദംബരം പിള്ള ആണ്. VO ചിദംബരം പിള്ള. അടുത്തൊരു വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള കാലാവധി എത്രയാണ്? ആർട്ടിക്കിൾ 172 ഒക്കെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടുള്ള കാലാവധി എത്രയാണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 5 വർഷമാണ് കാലാവധി. 5 വർഷം ആണ് ഉത്തരം. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, ലോത്തൽ ഒരു പോർട്ട് ടൗൺ ആണ്, അല്ലെങ്കിൽ കടൽ തീര പട്ടണമാണ്. ഈ കടൽ തീര പട്ടണം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ലോത്തൽ ഒരു ഹാരപ്പൻ സൈറ്റ് ആണ്, ഒരു കോസ്റ്റൽ പോർട്ട് ആണ്. അടുത്തൊരു ചോദ്യം, പാർട്ടി
Which party government announced the formation of a second backward classes commission in 1978? അപ്പോൾ രണ്ട് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷനാണ് ഫേമസ് ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് കാക്ക കലേൽക്കർ കമ്മീഷനാണ്. അതിനുശേഷം 1978 ജനതാ ഗവൺമെന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതിന്റെ അധ്യക്ഷൻ BP മണ്ഡൽ ആണ്. BP മണ്ഡൽ കമ്മീഷനാണ് റിസർവേഷൻ ഒ ബി സിക്ക് റിസർവേഷനൊക്കെ കൊണ്ടുവരുന്നത്. അത് ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തിരിക്കുക. 1980 ഇത് നിലവിൽ വരുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ 1978 ജനതാ ഗവൺമെന്റ് ആണ് മണ്ഡൽ കമ്മീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 81ാമത്തെ ചോദ്യം, ഓൾക്കാനിക് ഒറിജിൻ അല്ലെങ്കിൽ ഓൾക്കാനിക് ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട മൗണ്ടെയിൻ ഏത്? അത് കിളിമഞ്ചാരോ എന്ന് പറയുന്ന മൗണ്ടെയിൻ ആണ്, കിളിമഞ്ചാരോ. അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഇത് SCERT പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 82ാമത്തെ ചോദ്യം. 82ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. റിവർ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് വി ഷേപ്ഡ് വാലി റിവർ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിൻഡ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് യർദാങ്സ്. അതായത് 1C ആണ്, 1D ആണ്. വിൻഡ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ട 2C ആണ് യാർഡാങ്സ് എന്ന് പറയുന്നത് വിൻഡ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ട് മണലുകളിൽ രൂപം ഒരു ഭൂരൂപമാണ്. ഇനി വേവ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടത്, വേവ്സിന്റെ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റാക്സ് എന്ന് പറയുന്ന പാറകളിലൊക്കെ തിരമാലകൾ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം ഉണ്ടാക്കുന്നതാണ് സ്റ്റാക്സ് എന്ന് പറയുന്നത്. ഇനി ഗ്ലേഷ്യൽ ഫോം ആണ്, നിങ്ങൾക്കറിയാം, സിർക്ക് ചാരുകസയുടെ രൂപത്തിലുള്ള ഹിമാനികൾ രൂപീകരിക്കുന്നതാണ്. ഗ്ലേഷ്യൽ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സിർക്കുകൾ. അപ്പോൾ റിവർ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് വി ഷേപ്ഡ് വാലി, വിൻഡ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടത് യാർഡാങ്സ്, വേവ് ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്റ്റാക്സ്. ഇനി ഗ്ലേഷ്യൽ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിർക്കുകൾ എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം കാറ്റുകളെ കുറിച്ചാണ്. The winds that blow from the subtropical high pressure belt towards the subpolar low pressure belt. അപ്പോൾ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ്പോളർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വെസ്റ്റേർലീസ് എന്നതാണ് ഇതിന്റെ ഉത്തരം. അടുത്തൊരു ചോദ്യം, വുമൺ പോയറ്റ് ഓഫ് സംഘം പീരീഡ്, സംഘകാലഘട്ടത്തിലെ വനിതാ കവയത്രി ആരാണ് എന്നാണ് ചോദ്യം. അത് ആരാണ്? ഔവയ്യാറാണ് വനിതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തൊരു ചോദ്യം, ന്യൂ ഇക്കണോമിക് പോളിസി 1991 കൊണ്ടുവന്നു. നരസിംഹറാവു ഗവൺമെന്റ് ആണ്. നരസിംഹറാവു അന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ധനകാര്യമന്ത്രി ആരായിരുന്നു? ഈ വർഷമാണ് അദ്ദേഹം മരിച്ചത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് ആയിരുന്നു 1991 പുത്തൻ സാമ്പത്തിക നയം നരസിംഹറാവു ഗവൺമെന്റ് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു, ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. അടുത്ത 86ാമത്തെ ചോദ്യമാണ്. 86ാമത്തെ ചോദ്യം, റെയിൻ ഷാഡോ എഫക്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റെയിൻ ഷാഡോ എഫക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെയിൻ ഷാഡോ എഫക്ട് എന്ന് പറയുന്നത് പർവ്വതത്തിന്റെ ഒരു സൈഡിൽ എന്തായിരിക്കും? മഴയായിരിക്കും. പർവ്വതത്തിന്റെ മറ്റൊരു സൈഡിൽ മഴ നിഴൽ പ്രദേശമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ സമയത്ത് കേരളത്തിൽ ഒരുപാട് മഴ പെയ്യുകയും വെസ്റ്റേൺ ഗട്ട്സിന് ഈസ്റ്റിലുള്ള തമിഴ്നാട്ടിൽ മഴ കുറവുമായിരിക്കും. തമിഴ്നാട്ടിൽ റെയിൻ ഷാഡോ റീജിയൻ ആയിരിക്കും, കേരളത്തിൽ നല്ല മഴ ഉണ്ടാകും. ഇതിനെയാണ് ഒറോഗ്രാഫിക് റെയിൻ അല്ലെങ്കിൽ പർവ്വത വൃഷ്ടി എന്ന് പറയുന്നത്. പർവ്വത വൃഷ്ടി എന്ന് പറയുന്നത് റെയിൻ ഷാഡോ എഫക്റ്റിന് കാരണമായി തീരുന്നു എന്നതാണ്. ഇത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കൺസെപ്ച്വൽ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം, സവർ എന്ന് പറയുന്ന രണ്ട് വാക്കുകളുണ്ട്, സത്ത് ആൻഡ് സവർ. സത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത് എന്ന് പറഞ്ഞാൽ എത്ര സോൾജിയേഴ്സിനെ നിലനിർത്തണം. സവർ എന്ന് പറയുമ്പോൾ എത്ര ഹോഴ്സ് പവർ അല്ലെങ്കിൽ എത്ര കുതിരകളെ നിലനിർത്തണം എന്നതിനുള്ള ഒരു കണക്കുണ്ട്. അത് മൻസബ്ദാരി സിസ്റ്റം, അക്ബറിന്റെ മൻസബ്ദാരി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സവർ എന്നൊക്കെ പറയുന്ന കണക്കുകൾ എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, നീതി ആയോഗ് 2015 ജനുവരി 1 ഈ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്ന ഒരു സ്ഥാപനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ്? നിങ്ങൾക്കറിയാം, പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ, നീതി ആയോഗിന്റെ ചെയർമാൻമാർ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അടുത്ത വീണ്ടും ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. റേഡിയോ വേവ്സ് മൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? റേഡിയോ വേവ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് ലെയർ ആണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ്, അയനോസ്ഫിയർ ആണ് അതിന്റെ ഉത്തരം, അയനോസ്ഫിയർ. ഇനി ഓപ്പൺ ഡോർ പോളിസി ചൈനയിൽ തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത് ആരാണ്? അത് ജോൺ ഹെയ് എന്ന് പറയുന്ന USA അല്ലെങ്കിൽ അമേരിക്കക്കാരനാണ് ഇത് കൊണ്ടുവന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്പൺ ഡോർ പോളിസി അമേരിക്ക ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ചൈനയുടെ കമ്പോളം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു പോളിസിയാണ് തുറന്ന വാതിൽ നയം. അടുത്തൊരു ചോദ്യം, ദ സെന്റർ ക്യാൻ അസ്യൂം ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റേറ്റ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പ്രൊവിഷൻ. ഏത് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് കേന്ദ്രത്തിന്
സംസ്ഥാനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഭരണം നയിക്കാനുള്ള അവകാശം കിട്ടുന്നത് എന്നാണ് ചോദ്യം. 91ാമത്തെ ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 356 എന്നതാണ് ഉത്തരം. ആർട്ടിക്കിൾ 356. അടുത്തൊരു വളരെ എളുപ്പമുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നു. RTE ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് അമെന്റ്മെന്റ്, ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചിട്ടാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 86th അമെന്റ്മെന്റ് 2002 എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത സീ ബ്രീസ്. സീ ബ്രീസ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണോ കാറ്റ് വീശുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റുകൾക്ക് പേര് നൽകുന്നു. കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശി കഴിഞ്ഞാൽ കടലിൽ നിന്നാണ് വീശി തുടങ്ങുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ കടൽക്കാറ്റ് എന്ന് പറയും. അപ്പൊ കടൽക്കാറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? രാത്രി സമയത്ത് കടലിന് മുകളിൽ ഹൈ പ്രഷർ ആയിരിക്കും. രാത്രി സമയത്ത് കടലിന് മുകളിലുള്ള ഹൈ പ്രഷറിൽ നിന്നും കരയിലുള്ള ലോ പ്രഷർ രീതിയിലോട്ട് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ കടൽക്കാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിലാണ് കടൽക്കാറ്റ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്. കൊമേഴ്സ്യൽ ബാങ്കുകളുടെ നാഷണലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾക്കറിയാം, 1969 ഇന്ദിരാഗാന്ധി ബാങ്ക് നാഷണലൈസേഷൻ തുടങ്ങിയത്. അതിനുശേഷം രണ്ടാമത്തെ നാഷണലൈസേഷൻ 1980. അപ്പോൾ ഇതിന്റെ ഉത്തരം 1969 എന്നതാണ് കൂടുതൽ ശരിയായ ഉത്തരം. അടുത്ത് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത് ലൈസസ് ഫെയർ എന്ന് പറയുന്ന പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇക്കണോമിക് പോളിസി. ലൈസസ് ഫെയർ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇടപെടാതിരിക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏറ്റവും ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ഇക്കണോമിക് അഫയേഴ്സ് എന്നതാണ് ശരി. മിനിമൽ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ഇക്കണോമിക് അഫയേഴ്സ് എന്നതാണ് ലൈസസ് ഫെയർ എന്ന പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് ഉള്ളത്. ഇനി ബൈസന്റൈൻ എംപയർ. ബൈസന്റൈൻ എംപയർ എന്ന് പറയുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ പഴയ പേരാണ് ബൈസന്റൈൻ എംപയർ. അപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പിന്നീട് എന്തായിട്ട് മാറുന്നു? ബൈസാന്റിയത്തിന്റെ പുതിയ പേരാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മറ്റൊരു പേരാണ്, ഇന്നത്തെ പേര് ഇസ്താംബുൾ എന്നാണ്. അപ്പോൾ സിമ്പിൾ ചോദ്യമാണ് ഇത്. നമ്മുടെ ACERTയിൽ നിന്ന് തന്നെ ചോദിച്ചാൽ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ബൈസന്റൈൻ എംപയർ എന്ന് പറയുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ പഴയ പേരാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ പഴയ പേരാണ് ബൈസന്റൈൻ എംപയർ. അത് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നും പിന്നീട് അത് എന്തായിട്ട് അറിയപ്പെട്ടു? അത് പിന്നീട് ഇസ്താംബുൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത 98ാമത്തെ ചോദ്യം. സുപ്രീം കോർട്ടിന് ഒരുപാട് അവകാശങ്ങളുണ്ട്, അല്ലെങ്കിൽ അധികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ടുള്ള കുറെ പവേഴ്സ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ ടു അഡ്ജൂഡിക്കേറ്റ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് എൻറ്റിറ്റീസ്. ഏതൊക്കെ തലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ ആർക്ക് പറ്റുന്നത്? സുപ്രീം കോർട്ടിന് പറ്റുന്നത് എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് മാത്രമേ ഉള്ളൂ. സുപ്രീം കോർട്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. അതുപോലെ തന്നെ ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്ട്. ഇപ്പോൾ സെന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റും ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റും അന്തർ സംസ്ഥാന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ ആർക്ക് പറ്റും? സുപ്രീം കോർട്ടിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇനി HSST പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, ഭജൻസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭജൻസ് കബീറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭജൻസ് ഭക്തി മൂവ്മെന്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഭജൻസ് കബീറുമായിട്ട് ബന്ധപ്പെട്ടത് ആണ്. അടുത്ത് സ്റ്റാച്യു ഓഫ് ഗോമതേശ്വര. ഗോമതേശ്വര പ്രതിമ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ ഗോമതേശ്വര പ്രതിമ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? ശ്രാവണ ബെൽഗോളയിലാണ്. കർണാടകത്തിലെ ശ്രാവണ ബെൽഗോളയിലാണ് ഗോമതേശ്വര പ്രതിമ കാണപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് റോൾ ഓഫ് ടേർഷറി സെക്ടർ. ടേർഷറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പൊ നമുക്കറിയാം 3 സെക്ടേഴ്സ് ഉണ്ട്. പ്രൈമറി സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ, സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ, ടേർഷറി സെക്ടർ സർവീസ് സെക്ടർ. അപ്പൊ സർവീസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ശരിയായ ഉത്തരം എന്താണ് എന്നതാണ് ചോദ്യം. ഏറ്റവും ശരിയായത് എന്താണ്? പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ് എന്നതാണ് ശരി. പ്രൊവൈഡിങ് എസെൻഷ്യൽ സർവീസസ് ദാറ്റ് സപ്പോർട്ട് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. പ്രൊഡക്ഷൻ, കൺസംഷൻ എന്നിവയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സർവീസുകൾ നൽകുന്ന സെക്ടറാണ് സർവീസ് സെക്ടർ. ടേർഷറി സെക്ടർ ഏറ്റവും കൂടുതൽ GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടറാണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടേർഷറി സെക്ടർ. ഇനി സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏത്? സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഏതാണ്? അത് ഏതാണ്? അത് മാനുഫാക്ചറിംഗ് ആണ്. മാനുഫാക്ചറിംഗ് സെക്കൻഡറി സെക്ടർ ആണ്. ഓക്കെ. അടുത്തൊരു ചോദ്യം, ചൗരി ചൗര ഇൻസിഡന്റ് നടന്ന വർഷം. ചൗരി ചൗര ഇൻസിഡന്റ് 1922 ചൗരി ചൗര നടക്കുന്നത്. 1922. അങ്ങനെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി നിർത്തിവെക്കുന്നു. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്? ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് the needs of the present generation without compromising the ability of the future generation. ഭാവിയിലേക്ക് വേണ്ടി കൂടി കരുതിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയാം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്തൊരു ചോദ്യം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ADB ആസ്ഥാനം എവിടെയാണ്? അത് മനിലയിലാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടൂൾസ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി. നമുക്കറിയാം മോണിറ്ററി പോളിസി RBI യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതില്
ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മോറൽ സ്വേഷൻ എന്നതാണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 106ാമത്തെ ചോദ്യം. പെട്രോളജി സിമ്പിൾ ചോദ്യമാണ്. റോക്സ് ആൻഡ് മിനറൽസ്. പെട്രോളജി എന്ന് പറയുന്നത് പാറകളെ കുറിച്ചുള്ള പഠനമാണ്. പെഡോളജിയാണ് മണ്ണുകളെ കുറിച്ചുള്ള പഠനം. ഓൾഡസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൈൻ റേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആരവല്ലിയാണ്. ആരവല്ലിയാണ് ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടൈൻ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ഐഡന്റിഫൈ ദ ഷിപ്പ് ഇൻ വിച്ച് ദ പിൽഗ്രിം ഫാദേഴ്സ് ഇംഗ്ലണ്ടിൽ നിന്നും കുറെ ആളുകൾ മതപീഡനത്തെ തുടർന്ന് അമേരിക്കയിലോട്ട് കുടിയേറി പാർക്കുന്നതിനെ കുറിച്ച് 10ാം ക്ലാസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവർ ഏത് കപ്പലിലാണ് സഞ്ചരിച്ചതെന്നാണ് ചോദ്യം. മേ ഫ്ലവർ എന്ന് പറയുന്ന ഒരു കപ്പലിലാണ് അവർ സഞ്ചരിച്ചത്. മേ ഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ സഞ്ചരിച്ചവരെ നമ്മൾ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും മതപീഡനത്തെ ഭയന്ന് അവർ അമേരിക്കയിലോട്ട് കുടിയേറുകയാണ് ചെയ്തത്. ഇനി അറബികള് സ്പെയിനിൽ പണിത ഒരു യൂണിവേഴ്സിറ്റിയാണ് കൊർദോവ യൂണിവേഴ്സിറ്റി പണിതത് ആരാണ്? അറബികളാണെന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾക്ക് തെറ്റിക്കാണും. SCERT-യിലുള്ള ഒരു കാര്യം തന്നെ ആണ്. അടുത്തൊരു ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, സയൻസ് ആൻഡ് കൾച്ചർ. അപ്പോൾ 1946 നവംബറിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതിന്റെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസ് ആണ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. യുനെസ്കോ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തെറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. Which one of the following is the most abundant element of Earth's crust? എർത്ത് ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് എലമെന്റ് ആണ്? ഏതാണ്? ഓക്സിജൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി സോഷ്യലിസ്റ്റ്, സെക്യുലർ, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി എന്നീ വാക്കുകളൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂട്ടിച്ചേർത്തത് 42nd അമെന്റ്മെന്റ് അനുസരിച്ചിട്ടാണ്. 42nd അമെന്റ്മെന്റിന്റെ വർഷം എപ്പോഴാണ്? 1976 42nd അമെന്റ്മെന്റ് വരുന്നത്. 1976 എന്നാണ് ഉത്തരം. അടുത്തൊരു ചോദ്യം നല്ലൊരു ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നതാണ് ചോദ്യം. ദിസ് ഈസ് ദ വിന്റർ സോളിസ്റ്റൈസ് വെൻ ദ സദേൺ ഹെമിസ്ഫിയർ വിൽ ഹാവ് ഇറ്റ്സ് ലോങ്സ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുമ്പോൾ 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിന് മുകളിൽ സൂര്യൻ വരുന്ന ദിവസമാണ് വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത്. വിന്റർ സോളിസ്റ്റൈസിൽ സദേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് ഡേ ആയിരിക്കും, ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ സൂര്യൻ എവിടെ നിൽക്കുന്നോ അവിടെ ലോങ്സ്റ്റ് ഡേ ആണ്, ഷോർട്ടസ്റ്റ് നൈറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. 23.5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിന് മുകളിൽ സൂര്യൻ നിൽക്കുന്ന ദിവസത്തെയാണ് നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലെ സൂര്യൻ നിൽക്കുന്ന ദിവസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ വിന്റർ സോളിസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് ഈസ് ദ സമ്മർ സോളിസ്റ്റൈസ് വെൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ വിൽ ഹാവ് ഇറ്റ്സ് ലോങ്സ്റ്റ് നൈറ്റ് ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ. ഇനി സമ്മർ സോളിസ്റ്റൈസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലോങ്സ്റ്റ് നൈറ്റ് ആയിരിക്കും, ഷോർട്ടസ്റ്റ് ഡേ ആയിരിക്കും. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം സൂര്യൻ ഇപ്പോൾ നിൽക്കുന്നത് സമ്മർ സോളിസ്റ്റൈസിൽ സൂര്യൻ നിൽക്കുന്നത് എവിടെയാണ്? 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് മുകളിലാണ്, അല്ലെങ്കിൽ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? പകലായിരിക്കും. ഏറ്റവും കൂടുതലുള്ള ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പകലായിരിക്കും, ലോങ്സ്റ്റ് ഡേ ആയിരിക്കും, ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും. അപ്പൊ അതാണ് തെറ്റ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓൺലി ഒന്ന് മാത്രമാണ് ശരി. ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഇനി പ്രൈമറി സോഴ്സ് ഓഫ് റവന്യൂ ഫോർ അർബൻ ലോക്കൽ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്താണ്? അത് ഏതാണ്? പ്രോപ്പർട്ടി ടാക്സ് ആണ്. പ്രോപ്പർട്ടി ടാക്സ് നമുക്ക് ഇതിനകത്ത് പറയാം. പ്രോപ്പർട്ടി ടാക്സ്. അടുത്ത് സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം. അതൊരു എക്സെപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഹിസ്റ്ററി പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാകും. സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് സെയിന്റ് അഗസ്റ്റിൻ ആണ്. സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകം എഴുതിയത്. ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി ഏതാണ്? അത് യമുന നദി ആണ്. യമുനയാണ് ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ഇനി 118ാമത്തെ ചോദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 118ാമത്തെ ചോദ്യത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. 1, 2, 4 എന്നിവയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. അപ്പൊ ശരിയായ പ്രസ്താവനകൾ 1, 2, 4 എന്നിവയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. HDI ഈസ് റിലീസ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റൽ പ്രോഗ്രാം. അത് നമ്മൾ പഠിച്ചാണ്. UNDP ആണ് HDI എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. അത് ശരിയാണ്. ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യ റാങ്ക്സ് 134th പൊസിഷൻ ഇൻ 2022. അത് നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യക്ക് 134ാമത്തെ സ്ഥാനമാണ് 2022 കണക്കനുസരിച്ചിട്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് എ സമ്മറി കോമ്പോസിറ്റ് മെഷർ ഓഫ് എ country's average achievements in 3 basic aspects of human development: health, knowledge and
സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നതാണ് ചോദ്യം. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈസ് ഡെവലപ്ഡ് ബൈ മോറിസ് ഡേവിഡ് മോറിസ്. ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നതാണ് ചോദ്യം. ഒന്ന് ശരിയാണ്, അതുപോലെ തന്നെ രണ്ടും ശരിയാണ്. 1, 2 എന്നിവ ശരിയാണ്. നാലും ശരിയാണ്. 1, 2, 4 എന്നിവയാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. സോറി, ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. അത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആഫ്രിക്കയിലൂടെ വീശുന്ന ഒരു വരണ്ട കാറ്റ്, അത് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു കാറ്റാണ്. ആ കാറ്റിന്റെ പേര് ഹർമാറ്റൻ എന്നാണ്. ഹർമാറ്റൻ എന്നാണ് ആ കാറ്റിനെ അറിയപ്പെടുന്നത്. ഹർമാറ്റൻ. അടുത്തൊരു ചോദ്യം, എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ എ ഗവൺമെന്റ് ബജറ്റ്. ഗവൺമെന്റ് ബജറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കൽ എക്യുപ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പർച്ചേസ് ഓഫ് അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഫോർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങുന്നത് പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് പറയാം. കോറിലേറ്റിംഗ് എ ടോപ്പിക് ഇൻ ഹിസ്റ്ററി വിത്ത് ഫിസിക്സ്. ഹിസ്റ്ററിയെ ഫിസിക്സിനെ ബന്ധിപ്പിച്ചാൽ അതിനെ വിളിക്കുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ്. ഇന്റർ ഡിസിപ്ലിനറി കോറിലേഷൻ. അടുത്തൊരു ചോദ്യം, എബിലിറ്റി ടു ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത് ഏത് ഒബ്ജക്റ്റീവിനകത്താണ് എന്നതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അനലൈസ് എന്നതാണ് ശരി. അനലൈസ് എന്നതാണ് ശരി. ലെക്ചർ മെത്തേഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡിഡാക്ടിക് അപ്രോച്ച്. ഡിഡാക്ടിക് എന്ന് പറയുമ്പോൾ നല്ല വാല്യൂസ് അല്ലെങ്കിൽ മോറൽസ് പറഞ്ഞു കൊടുക്കാൻ, സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് ലെക്ചർ മെത്തേഡ് ഉപയോഗിക്കാം. ഓപ്ഷൻ എ ഡിഡാക്ടിക് അപ്രോച്ച്. സിൻടാക്സ് ഓഫ് എ മോഡൽ ഓഫ് ടീച്ചിങ്. മോഡൽ ഓഫ് ടീച്ചിങ്ങിനകത്ത് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസസ് ടു ഡിസ്ക്രൈബ് എ മോഡൽ. ഫേസസ് ഓഫ് ടീച്ചിങ്ങിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. ഫേസസ് ഓഫ് ടീച്ചിങ് ആണ് സിൻടാക്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് എ മോഡൽ ഓഫ് ടീച്ചിങ് കമ്മിങ് അണ്ടർ ദ സോക്രട്ടിക് അപ്രോച്ച്. സോക്രട്ടിക് അപ്രോച്ച് അല്ലെങ്കിൽ സോക്രട്ടിക് ഡയലോഗ്, ഡിബേറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന ഏതിനകത്താണ്? ജൂറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ ഓഫ് ടീച്ചിങ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഡിബേറ്റ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ സോക്രട്ടിക് ഡയലോഗ്. മോസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഏതാണ്? മോസ്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റം. ഇനി അടുത്ത് ഡെയിൽ സ്കോൺ ഓഫ് എക്സ്പീരിയൻസിൽ ഏറ്റവും താഴെറ്റത്ത് വരുന്നത് ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. അതിന് തൊട്ട് മുകളിൽ വരുന്നത് ഡ്രമറ്റൈസേഷൻ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 127ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ശരി. ഡ്രമറ്റൈസേഷൻ. 128ാമത്തെ ചോദ്യം, മെത്തേഡ് ടു ഇംപ്രൂവ് ടീച്ചേഴ്സ് പ്രൊഫഷണലിസം. ടീച്ചേഴ്സിന്റെ പ്രൊഫഷണലിസം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് ഏതാണ്? ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പബ്ലിക്കേഷൻ ഓഫ് ബുക്ക് ടീച്ചറിന്റെ പ്രൊഫഷണലിസവുമായിട്ട് നേരിട്ട് ബന്ധമില്ല ശരിക്കും. അടുത്ത് രണ്ടാമത്തേത് പർസീവിംഗ് റിസർച്ച്. അത് കുറച്ചൊക്കെ നമുക്ക് പറയാം. ഇനി ഓപ്ഷൻ 3 എന്ന് പറയുന്നത് എന്താണ്? അറ്റൻഡിങ് കോൺഫറൻസസ് ആൻഡ് വർക്ക്ഷോപ്പ്. അപ്പോൾ ഇതിൽ കൂടുതൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരു ടെന്റേറ്റീവ് ആൻസർ മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് പറയാൻ കഴിയുന്നത്. 2 and 3 കുറെ ബുക്കുകൾ ടീച്ചർ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ പ്രൊഫഷണലിസവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നത് അല്ല. ഇനി റിസർച്ചും നേരിട്ട് വരുന്നില്ല, പക്ഷേ ക്ലാസ്സിനകത്ത് ആക്ഷൻ റിസർച്ചുകൾ ടീച്ചർ ചെയ്യുന്നു. അത് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിനെ കൂട്ടും. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. 2 and 3 അറ്റൻഡിങ് കോൺഫറൻസ് ആൻഡ് വർക്ക്ഷോപ്പ്, ഇൻ സർവീസ് ട്രെയിനിങ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കൂട്ടുന്നു. ആക്ഷൻ റിസർച്ച് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കൂട്ടുന്നു. 2 and 3 എന്നതാണ് ഇതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തൊരു ചോദ്യം, പെഡഗോജിക് അനാലിസിസിനകത്ത് വരുന്നത് ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. അനാലിസിസ് ഓഫ് ഒബ്ജക്റ്റീവ്, അനാലിസിസ് ഓഫ് കണ്ടന്റ്, അനാലിസിസ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇത് മൂന്നും വരുന്നുണ്ട് എന്നതാണ് ശരിയായ ഉത്തരം. ഇതെല്ലാം വരുന്നുണ്ട്. പെഡഗോജിക് അനാലിസിസിൽ നമ്മൾ കണ്ടന്റ്, ഒബ്ജക്റ്റീവ്, ലേണിംഗ് എക്സ്പീരിയൻസ് ഇതെല്ലാം നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധമില്ലാത്തത് ആര് എന്നാണ് ചോദ്യം. പക്ഷേ ഇത് സോഷ്യൽ സയൻസുകാർക്ക് ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കോർമാക് എന്ന് പറയുന്ന അല്ലെങ്കിൽ യാഗർ ടാക്സോണമി എന്ന് പറയുന്നത് സയൻസിലെ ടാക്സോണമിയാണ്. അതും എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടത് ആണ്. ഇത് മാറി ചോദിച്ചിട്ടുള്ളതായിരിക്കും, കാരണം സോഷ്യൽ സയൻസുകാർ ഇത് പഠിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, കോർമാക് എന്ന് പറയുന്നത് ടാക്സോണമിക്കൽ ഒബ്ജക്റ്റീവ്സ് തന്നെ ആണ്. പിന്നെ സിംസൺ ഉണ്ട്, ക്രാത്തോൾ ഉണ്ട്, ബ്രൂണർ ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. ബ്രൂണർ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അടുത്തൊരു ചോദ്യം, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? പെഡഗോജിക് അനാലിസിസ് ഇൻക്രീസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്നതാണ് പെഡഗോജിക് അനാലിസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലേണിംഗ് എക്സ്പീരിയൻസസ്, ലേണിംഗ് കണ്ടന്റ്, മെത്തഡോളജി, ഇവാലുവേഷൻ, ഇതിന്റെയൊക്കെ ഒരു അനാലിസിസ് ആണ് പെഡഗോജിക് അനാലിസിസ്. അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ടീച്ചിങ് എഫക്റ്റീവ് ആക്കുന്നു. അത് ശരിയാണ്. പെഡഗോജിക് അനാലിസിസ് ആൻഡ് കണ്ടന്റ് അനാലിസിസ് ആർ ദ സെയിം. അത് തെറ്റാണ്. കണ്ടന്റ് അനാലിസിസ് അല്ല പെഡഗോജിക് അനാലിസിസ്.
Analysis of evaluation is not a part of pedagogic analysis. Analysis of evaluation is not a part of pedagogic analysis. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ ഉത്തരം എന്നാണ് ചോദ്യം. ഒന്ന് ശരിയാണ്, ഓപ്ഷൻ 3 സംശയമുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഒന്ന് മാത്രം ശരിയെന്ന് കൊടുക്കാം. ഇത് ടെന്റേറ്റീവ് ആണ്, ഇത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 1ഉം 3ഉം വരാം, അല്ലെങ്കിൽ ഒന്ന് മാത്രം വരാം. അപ്പൊ 1, 3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? ഓപ്ഷൻ 1 കൊടുക്കാം. ഒന്നാണ് കൂടുതൽ ശരിയായ ഉത്തരം. ഓപ്ഷൻ 1 എ ആണ് ശരിയായിട്ട് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്തൊരു ചോദ്യം, ഗ്രേഡിംഗ് ഓൺ ദ കർവ്. ഗ്രേഡിംഗ് ഓൺ ദ കർവ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നാണ് ശരി. റിലേറ്റീവ് ഗ്രേഡിംഗ്. അടുത്ത് ഇർറിഡ്യൂസിബിൾ മിനിമം ഈസ് എ പ്രിൻസിപ്പിൾ അസോസിയേറ്റഡ് വിത്ത്. ഇർറിഡ്യൂസിബിൾ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്താൻ കഴിയാത്തത് എന്നാണ്. മാറ്റി നിർത്താൻ കഴിയാത്തത് ഏതാണ്? അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അങ്ങനെ നമ്മൾ കോർ കരിക്കുലം എന്ന് വിളിക്കും. കോർ കരിക്കുലം എല്ലാവരും പഠിക്കേണ്ടത് കോർ കരിക്കുലം. ഇർറിഡ്യൂസിബിൾ. ഇർറിഡ്യൂസിബിൾ. പുതിയ നോളജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിൽ ഹെൽപ്പ് കൺസ്ട്രക്ട് ന്യൂ നോളജ് ഇൻ എ സോഷ്യൽ സെറ്റ്. ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നടത്തുന്ന പഠനത്തെ എന്ത് വിളിക്കും? അതിനെ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് വിളിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രോജക്റ്റ് മെത്തേഡ്. അടുത്തൊരു ചോദ്യം, സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ഫോർ ടീച്ചിങ് ജിയോഗ്രഫി. ജിയോഗ്രഫി പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണ്? അത് മാർബിൾ സോഫ്റ്റ്വെയർ ആണ്. മാർബിൾ സോഫ്റ്റ്വെയർ. അടുത്തൊരു ചോദ്യം, ദ ട്രയാങ്കുലർ മോഡൽ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് എക്സ്പീരിയൻസസ് ആൻഡ് ഇവാലുവേഷൻ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടൈലർ ആണ്. Taylor introduced a triangular model of relationship between objectives, learning experience and evaluation. അടുത്തൊരു ചോദ്യം, യൂണിറ്റ് അപ്രോച്ച്. യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഹോളിസ്റ്റിക് ആയിട്ട് സമഗ്രമായി പഠിക്കുന്നു. യൂണിറ്റ് അപ്രോച്ച് ഓഫ് കരിക്കുലം എന്തിന്റെ ഒരു ഇമ്പാക്ട് ആണ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആണ്? ജസ്റ്റാൾട്ട് സൈക്കോളജി ഹോളിസ്റ്റിക് അപ്രോച്ച്. ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് യൂണിറ്റ് അപ്രോച്ച് ടു കരിക്കുലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 138ാമത്തെ ചോദ്യം, ഹയസ്റ്റ് ലെവൽ ഓഫ് ഒബ്ജക്റ്റീവ് ഏതാണ്? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി അനുസരിച്ചിട്ട് ഹയസ്റ്റ് ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ആൻഡ് മെറ്റാകോഗ്നിറ്റീവ് ആണ്. ക്രിയേറ്റ് ആൻഡ് മെറ്റാകോഗ്നിറ്റീവ് നോളജ്. ക്രിയേറ്റിംഗ് ആണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, വളരെ സിമ്പിൾ ചോദ്യമാണ്. 3 ഡയമെൻഷണൽ എയ്ഡ് ഏതാണ്? ഗ്ലോബ് ഇസ് ദ 3 ഡയമെൻഷണൽ ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എർത്ത് സർഫേസ്. അടുത്തൊരു ചോദ്യം, ഹ്യൂമാനിറ്റീസിനകത്ത് വരുന്നത് ഏതാണ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹിസ്റ്ററി, ലാംഗ്വേജ് ആൻഡ് ആർട്ട് എന്നിവ ഹ്യൂമാനിറ്റീസിനകത്ത് വരുന്നതാണ്. ഹിസ്റ്ററി, ലാംഗ്വേജ്, ആർട്ട് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് ആണ്, മാനവിക വിഷയങ്ങൾ. നോട്ട് എ കമ്പണന്റ് ഓഫ് കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ്. കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗുമായിട്ട് ബന്ധമില്ലാത്തത് റീക്യാപിച്ചുലേറ്റിംഗ് ആണ്. റീക്യാപിച്ചുലേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹെർബേർഷ്യൻ അപ്രോച്ചിനകത്ത് വരുന്നതാണ്. അസസ്മെന്റ് ആസ് ലേണിംഗ്. കുട്ടി തന്നെ സ്വയം ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുന്നു. അതെന്താണ്? അത് സെൽഫ് അസസ്മെന്റ് ആണ്, അല്ലെങ്കിൽ പഠനം തന്നെ വിലയിരുത്തൽ, അല്ലെങ്കിൽ വിലയിരുത്തൽ തന്നെ പഠനം. അസസ്മെന്റ് ആസ് ലേണിംഗ്. അടുത്തൊരു ചോദ്യം, വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാംഡ് ലേണിംഗ്. നമ്മൾ പഠിച്ചാണ് ഈ ചോദ്യങ്ങൾ, ഏകദേശം എല്ലാ ചോദ്യങ്ങളും പഠിച്ചാണ്. പ്രോഗ്രാംഡ് ലേണിംഗിന്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? അപ്പോൾ അല്ലാത്തത് വന്നാൽ നമ്മൾ അത് റൗണ്ട് ചെയ്യണം. പ്രിൻസിപ്പിൾ ഓഫ് സ്മോൾ സ്റ്റെപ്പ് ശരിയാണ്, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ശരിയാണ്, സെൽഫ് ഫേസിങ് ശരിയാണ്. എന്നാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ശരിയല്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിനകത്ത് വരുന്നില്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോപ്പറേറ്റീവ് ലേണിംഗിനകത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് പ്രോഗ്രാംഡ് ലേണിംഗിൽ വരില്ല. അപ്പോൾ അത് നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത ചോദ്യം നോക്കാം. എ കരിക്കുലം ഡിസൈൻഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. നിലവിലുള്ള കരിക്കുലത്തോട് ഒരു എന്തോ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട്, ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു കൂട്ടം ടീച്ചേഴ്സ് ചേർന്നിട്ട് ഉണ്ടാക്കിയ കരിക്കുലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രാസ് റൂട്ട് മോഡൽ ഓഫ് കരിക്കുലം എന്നാണ്, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് കരിക്കുലം എന്ന് പറയും. ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടീച്ചർമാർ തയ്യാറാക്കുന്ന കരിക്കുലം ഗ്രാസ് റൂട്ട് മോഡൽ, അല്ലെങ്കിൽ ബോട്ടം ടോപ്പ് അപ്രോച്ച് എന്ന് പറയും. ഇനി ഹയർ ലെവലിൽ നിന്നും താഴേക്കാണ് കരിക്കുലം വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കരിക്കുലം തയ്യാറാക്കിയത്, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് കരിക്കുലം എന്ന് പറയും. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം ടീച്ചേഴ്സ് തയ്യാറാക്കി ഗ്രാസ് റൂട്ട് മോഡൽ ആണ്. അടുത്ത ഹെർബേർഷ്യൻ അപ്രോച്ച്. ഹെർബർട്ട് ആണ് നമുക്കറിയാം ഫാദർ ഓഫ് മോഡേൺ ലെസൺ പ്ലാനിങ്. ലെസൺ പ്ലാനിങ്ങിൽ ആദ്യത്തെ അപ്രോച്ച് കൊണ്ടുവന്നത് ഹെർബർട്ട് ആണ്. ഹെർബർട്ടിന്റെ അപ്രോച്ച് അനുസരിച്ച് ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏതാണ്? റീക്യാപിച്ചുലേഷൻ ആണ്. റീക്യാപിച്ചുലേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. അടുത്തൊരു ചോദ്യം, ഈ സൊസൈറ്റി കൺസിസ്റ്റ് ഓഫ്. സൊസൈറ്റിക്കകത്ത് എന്തൊക്കെ വരുന്നു എന്നാണ്? ഹെറ്ററോജീനിയസ് ഗ്രൂപ്പ്, ഹോമോജീനിയസ് ഗ്രൂപ്പ്, സിംഗിൾ ഹെറിഡിറ്ററി, മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ് ഓൺലി. അപ്പോൾ ഇതിന്റെ ഏറ്റവും ശരിയായ ഉത്തരം ഹെറ്ററോജീനിയസ് ആണ്. വൈവിധ്യതയാർന്ന ഒരു കൂട്ടം വ്യക്തികളാണ് നമുക്കൊരു സമൂഹത്തിൽ കാണാൻ വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്തൊരു ചോദ്യം, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. 147ാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സോഷ്യൽ സ്റ്റഡീസ് ആർ സോഷ്യൽ സയൻസസ് സിംപ്ലിഫൈഡ് ഫോർ ഇൻസ്ട്രക്ഷണൽ പർപ്പസ് എന്നതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെ ആണ്. അടുത്ത 148ാമത്തെ ചോദ്യം,
ഇതും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ നല്ല എളുപ്പമുള്ള ഒരു ചോദ്യവുമാണ് ഒന്ന് ചിന്തിച്ചാൽ. കരിക്കുലം ഈസ് ബ്രോഡർ ആൻഡ് ഡീപ്പർ. കരിക്കുലം വളരെ വലുതാണ്, ശരിയാണ്. സിലബസ് എന്ന് പറയുന്നത് റിട്ടൺ ഫോർമാറ്റ് അല്ലെങ്കിൽ വെർബൽ ഫോർമാറ്റിലുള്ളതാണ്, സ്പെസിഫിക് ആണ്, ശരിയാണ്. ഈ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരി തന്നെയാണ്. സിലബസ് ഈസ് ദ ബേസിക് ഫോർ റൈറ്റിംഗ് ടെക്സ്റ്റ് ബുക്ക്. സിലബസ് അനുസരിച്ചാണ് ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുള്ളത്, ശരിയാണ്. കരിക്കുലം ഈസ് എ പാർട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നത് തെറ്റാണ്. സിലബസ് ഈസ് എ പാർട്ട് ഓഫ് കരിക്കുലം എന്നാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. കരിക്കുലം ഈസ് നോട്ട് എ പാർട്ട് ഓഫ് സിലബസ്, സിലബസ് ഈസ് ദ പാർട്ട് ഓഫ് കരിക്കുലം എന്നാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അടുത്ത 149 കറക്റ്റ് അബൌട്ട് കരിക്കുലം. കരിക്കുലത്തെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കരിക്കുലം ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ക്ലാസ് റൂം. ക്ലാസ് റൂമിനകത്തും പുറത്ത് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും കരിക്കുലമാണ്. അത് പൂർണ്ണമായിട്ടും ശരിയാണ്. കരിക്കുലം ഈസ് എ പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ്. കരിക്കുലം പ്രോസസ്സും പ്രോഡക്റ്റുമാണ്, അതും ശരിയാണ്. ഇനി കരിക്കുലം ഈസ് ടൂൾ ഫോർ ടീച്ചേഴ്സ് ടു മോൾഡ് ദെയർ സ്റ്റുഡൻസ്. കുട്ടികളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കരിക്കുലം എന്നാണ് കണ്ണിഖാൻ പറയുന്നത്. അപ്പോൾ അതും ശരിയാണ്. 1, 2, 3 ഇത് മൂന്നും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. അടുത്ത 150ാമത്തെ ചോദ്യം പിയർ ട്യൂട്ടറിങ്ങിനെ കുറിച്ചാണ്. ക്രോസ് ഏജ്, വ്യത്യസ്ത നിലവാരത്തിൽ നിൽക്കുന്ന കുട്ടികൾ പരസ്പരം ട്യൂട്ടർ ചെയ്താൽ അതിനെയാണ് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. 150ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ട്യൂട്ടറിംഗ് എ യങ്ങർ ലേണർ വിത്ത് എൻ എൽഡർ ലേണർ. അപ്പോൾ പല ലെവൽസിൽ പല സ്റ്റാൻഡേർഡ്സിൽ വരുന്ന കുട്ടികൾ പരസ്പരം പഠിപ്പിച്ചാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് 2025 ആദ്യം നടന്ന കേട്ടിട്ട് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്, സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, പരീക്ഷ എളുപ്പമായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾ കേട്ടിട്ട് സെറ്റ്, സി-ടെറ്റ് അതുപോലെ തന്നെ ബി.എഡിന്റെ ഫൈനൽ സെമസ്റ്റർ MCQ പരീക്ഷയുടെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈസിയം അക്കാഡമി വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കായി നൽകുന്നുണ്ട്. കൂടുതൽ ക്ലാസ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്